जगदीश्वरी जनमनहारिणी परमेश्वरी पशुपति रमणी पति पावनी पावनी जननी मदिदायिनी मायिनी लयिनी जगदीश्वरी जनमनहारिणी परमेश्वरी पशुपति रमणी पति पावनी पावनी जननी मदिदायिनी मायिनी लयिनी अजवासववन्दित चरणी कमलोपम सुन्दर नयनी अजवासव वन्दित चरणी कमलोपम सुन्दर नयनी मुनिमानस शोभित सुदने शरणागत पालिनि सुगदे जगदीश्वरी जनमनहारिणी परमेश्वरी पशुपति रमणी पति पावनी पावनी जननी मदिदायिनी मायिनी लयिनी मदिदायिनी मायिनी लयिनी मदिदायिनी मायिनी लयिनी. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരവും ഒപ്പം എല്ലാവർക്കും ഹൃദയംഗമായ വിഷുദിന ആശംസകളും നേരത്തെ. നമ്മൾ കേംബ്രിഡ്ജ് ഹിന്ദു സമാജം രൂപീകരിച്ചതിനു ശേഷം നടത്തുന്ന മൂന്നാമത്തെ വിഷു ആഘോഷമാണ് ഇന്ന്. തിരക്കേറിയ ജീവിതത്തിൻ്റെ ഇടയിൽ അല്പസമയം നമ്മളുടെ പാരമ്പര്യത്തെയും നമ്മളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഓരോ കുളിർമയുള്ള ഓർമ്മകളെ ഓർക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കി വെക്കുന്ന ചില നിമിഷങ്ങളാണ് വിഷുവും ഓണവും ഒക്കെ പറയുന്ന ആഘോഷങ്ങൾ. ഈ കേംബ്രിഡ്ജ് കൗണ്ടിയിൽ വളരെ ചുരുക്കമായ എണ്ണത്തിൽ കുറവായ ഹൈന്ദവ കൂട്ടായ്മയുടെ ഒരു തെളിവാണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടുവരുന്ന ഓരോ പരിപാടികൾ. എല്ലാ പ്രാവശ്യവും ഞാൻ സൂചിപ്പിക്കുന്നത് പോലെ തുടക്കത്തിൽ വളരെ അംഗങ്ങൾ കുറവായിരുന്നെങ്കിലും ഓരോ വർഷം കഴിയുമ്പോഴും അതിൻ്റെ എണ്ണവും ഗുണവും കൂടി വരികയാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് ധൈര്യവും നല്ല ഹൃദയവും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ചേരുക, വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾക്ക് ധൈര്യവും നല്ല ഹൃദയവും ഉണ്ടെങ്കിൽ നമുക്ക് അസാധ്യമായിട്ടുള്ള ഒരു കാര്യവും ഉണ്ടാവില്ല. ഞാനൊരു വലിയ പ്രഭാഷണം നടത്തുവാനായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ ഈ പരിപാടി ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരുമാണ് കോർഡിനേറ്റ് ചെയ്തത്. ഞാൻ നാട്ടിലായിരുന്നു, ഏകദേശം ഒരു മാസക്കാലം ഞാൻ നാട്ടിലായിരുന്നു. ഇതിന്റെ പിന്നണിയിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത പലരും ഉണ്ട്. സോ ഇന്നത്തെ ഈ വിജയകരമായിട്ടുള്ള ഈ കൂട്ടായ്മയുടെ എല്ലാ അംഗീകാരവും ഞാൻ അവർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഇതിൽ സമയം കണ്ടെത്തി ഇവിടെ ഇന്ന് ഈ ആഘോഷം വിജയപ്രദമാക്കുവാൻ വേണ്ടി എത്തിയിട്ടുള്ള കൊച്ചു കലാകാരികൾക്കും കലാകാരന്മാർക്കും സഹൃദയരായ ആദരണീയരായ നിങ്ങൾക്ക് ഓരോവർക്കും കേംബ്രിഡ്ജ് ഹിന്ദു സമാജത്തിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. വിഷു, ഓണം എന്ന് പറയുന്ന ഈ രണ്ട് പ്രധാന ആഘോഷങ്ങൾ പ്രത്യേകിച്ചും ഹൈന്ദവരായ നമ്മൾ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും ഏത് കോർണറിലാണെങ്കിലും അവിടെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഓണവും വിഷുവും തമ്മിൽ ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓണം സമൃദ്ധിയുടെയും സ്മരണയുടെയും ആഘോഷമാണെങ്കിൽ വിഷു അഭിവൃദ്ധിയുടെയും തുല്യതയുടെയും ആഘോഷമാണ്. വിഷു എന്ന വാക്കിന്റെ സംസ്കൃത വാക്കിന്റെ അർത്ഥം തുല്യത എന്നാണ്. ഈ തുല്യത എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും തുല്യമാണ്. രാത്രിയുടെ ഡ്യൂറേഷനും പകലിന്റെ ഡ്യൂറേഷനും ഈക്വൽ ആയിരിക്കും. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആചാരപരമായിട്ടും
പാരമ്പര്യപരമായിട്ടും അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഭാഗമായിട്ടും നമ്മൾ പറയുകയാണെങ്കിൽ വിഷു സൂര്യൻ മേടൻ രാശിയിൽ വരുന്ന സമയത്തിനെയാണ് എന്ന് പറയുന്നു. സയന്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ സൂര്യൻ ഭൂമിയുമായിട്ട് ഇത്ര ഡിഗ്രി ആംഗിളിൽ വരുമ്പോൾ സൂര്യനിൽ നിന്നുണ്ടാകുന്ന പ്രകാശരശ്മികൾക്ക് ശക്തി കൂടുകയും ഏറ്റവും ശക്തി കൂടുന്ന സമയമാണ് മേടം ഏപ്രിൽ മാസം പറയുന്നത്. ഗ്രിഗോറിയൻ കലണ്ടറിലെ ഏപ്രിൽ മാസം. ഈ മേടൻ രാശിയിൽ ഓരോ 12 രാശികളുണ്ട്. ജ്യോതിഷം അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. സൂര്യൻ മേടൻ രാശിയിലാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്. അതുകൊണ്ടാണ് അതിനെ ഉച്ചരാശി എന്ന് പറയുന്നത്. ഈ ഉച്ചരാശിയിൽ വീണ്ടും സൂര്യന് ഏറ്റവും ഹൈ പവർ കിട്ടുന്ന ഒരു സമയമുണ്ട്. അതിനെ അത്യുച്ചരാശി എന്ന് പറയും. അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവാം 10-ാം ഉദയം എന്ന് കേട്ടിട്ടുണ്ടാവാം അല്ലേ? 10-ാം ഉദയം എന്ന് കേട്ടിട്ടുണ്ടോ? 10-ാം ഉദയം മേടം പിറന്ന ഇന്നു മുതൽ 10-ാമത്തെ ദിവസം വരുമ്പോൾ സൂര്യന് ഭൂമിയിലേക്ക് ഏറ്റവും കൂടുതൽ പവർ കൊടുക്കാൻ കഴിയുന്ന ആ ദിവസമാണ് 10-ാം ഉദയം. അതുകൊണ്ടാണ് 10-ാം ഉദയം ഏതൊക്കെ സൂര്യന്റെ പ്രതിരൂപങ്ങളായിട്ടുള്ള ആരാധന പുരുഷന്മാരുള്ള ക്ഷേത്രങ്ങളിൽ 10-ാം ഉദയം കൊണ്ടാടുന്നത്. എസ്പെഷ്യലി ശിവക്ഷേത്രങ്ങൾ. സൂര്യനും ശിവനും സാങ്കല്പികമായിട്ട് ഒന്നാണ്. ശിവന്റെ അംശമാണ് സൂര്യൻ. സോ അതാണ് ഈ വിഷുവിന്റെ പിന്നിലുള്ള ചെറിയ ചെറിയ സയന്റിഫിക് റീസൺസ്. ഇനി ഇതുപോലെ തന്നെ ഒരു ചെറിയ കഥയും കൂടെ ഉണ്ട്. ഒരു എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഐതിഹ്യം കൂടെ ഞാൻ പറയാം വിഷുവിനെ കുറിച്ച്. ഒരുപാട് നീളക്കെത്തില്ല. പണ്ട് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തില് എല്ലാ ദിവസവും വളരെ ഗംഭീരമായിട്ടുള്ള പൂജകളും ആരാധനകളും നടക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു. അവിടെ അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതിനിധാനം ചെയ്യുന്ന ആരാധനകൾ നടന്ന ഈ ക്ഷേത്രത്തില് ദിവസവും അടിച്ചുതളിക്കാരി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? തൂപ്പുകാരിയായിട്ടുള്ള ഒരു സ്ത്രീ അവിടുത്തെ അമ്പലത്തിലെ ജോലിക്ക് വേണ്ടിയിട്ട് പോകുമായിരുന്നു. അപ്പൊ ഈ സ്ത്രീക്ക് ഒരു കൊച്ചുകുട്ടിയുണ്ട്. ഒരു 2 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചുകുഞ്ഞുണ്ട്. ദിവസവും ഈ അമ്മ ഈ തൂപ്പുകാരി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകും. ക്ഷേത്രത്തിൽ ചെന്ന് അമ്മ ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ടുന്ന പൂജാതി കർമ്മങ്ങളും തൂപ്പിന് വേണ്ടുന്ന സഹായങ്ങളും എല്ലാം ചെയ്യുവാനായിട്ട് അവർ ജോലിയിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ കുട്ടി ഈ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. ഈ അകത്ത് ശാന്തിക്കാരൻ ഈ ബിംബത്തെ, ശ്രീകൃഷ്ണ ബിംബത്തെ ഇങ്ങനെ ചന്ദനമൊക്കെ തേച്ച് വസ്ത്രമൊക്കെ അണിഞ്ഞ് ഈ ആഭരണമൊക്കെ ചാർത്തി മാലയൊക്കെ ചാർത്തുന്ന ഈ കുട്ടി ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് കാണുമായിരുന്നു. അപ്പം ഈ ബിംബത്തെ വളരെ ഐശ്വര്യവും വളരെ സമ്പന്നവുമായിട്ടുള്ള ഒരു ക്ഷേത്രമായിരുന്നു. അവിടെ ഈ വിഗ്രഹത്തിൽ ഇങ്ങനെ എപ്പോഴും ഭയങ്കരമായിട്ടുള്ള നല്ല സുന്ദരമായിട്ടുള്ള ആടയാഭരണങ്ങൾ അണിയിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു എല്ലാ ദിവസവും. ഈ കുട്ടി ദിവസവും ഇങ്ങനെ ഈ ശ്രീകോവിലിനകത്തേക്ക് നോക്കിയിട്ട് അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഓർക്കും, എനിക്ക് ഈ ആഭരണം കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് അതൊന്ന് അണിയണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ദിവസവും ഈ കുട്ടി, ബാക്കി എല്ലാവരും ഓരോ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഈ കുഞ്ഞിന്റെ മനസ്സ് ആ വിഗ്രഹത്തിലേക്കാണ്. ആ വിഗ്രഹം ഇങ്ങനെ ഒരുക്കുന്ന സമയത്ത് ഈ വിഗ്രഹത്തിലേക്ക് ഇങ്ങനെ നോക്കി നിന്നിട്ട് ഈ സ്വർണ്ണമാലകളും ഈ ആഭരണങ്ങളും ഒക്കെ ഈ കുട്ടി ഇങ്ങനെ ആഗ്രഹിക്കും, എനിക്കതൊന്ന് ഇടാൻ പറ്റിയിരുന്നെങ്കിൽ. ഇങ്ങനെ ഒരു ദിവസം പതിവ് പോലെ ഈ അമ്മയുടെ കൂടെ ഈ കുട്ടി വന്ന് അമ്മ ഇങ്ങനെ തൂപ്പും ഒക്കെ ആയിട്ട് സ്വന്തം ദിവസമുള്ള ജോലിയിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് ഈ കുട്ടി ഈ നടയിലേക്ക് ഈ ഭഗവാനെ ഒരുക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന്, ഈ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ ചാർത്തുന്നതൊക്കെ നോക്കി ഇങ്ങനെ നിന്ന് കുറെ അവിടെ നിന്ന് നോക്കി നിന്ന് ഉറങ്ങിപ്പോയി. കുട്ടി ആ അമ്പലത്തിന്റെ മുറ്റത്ത്, ആ നടയുടെ മുറ്റത്ത് കിടന്ന് ഉറങ്ങിപ്പോയി. കുറെ ഉറങ്ങി ഉണർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആഭരണങ്ങൾ, വിഗ്രഹത്തെ ചാർത്തുന്ന ഈ ആഭരണങ്ങളെല്ലാം ഈ കുഞ്ഞിന്റെ ദേഹത്ത് തന്നെത്താനെ വന്നിട്ട് അണിഞ്ഞിരുന്നു. ആ ആഭരണങ്ങളെല്ലാം വിഗ്രഹത്തിൽ നിന്ന് വന്ന് കുട്ടിയുടെ ദേഹത്ത് കിടക്കുകയാണ്. കുട്ടി ഉണർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആശ്ചര്യമായിട്ട് വിഗ്രഹത്തിലുള്ള താൻ ആഗ്രഹിച്ചിട്ടുള്ള, ഈ കുഞ്ഞ് ആഗ്രഹിച്ചിട്ടുള്ള എല്ലാ ആഭരണങ്ങളും തന്റെ ദേഹത്ത് അണിഞ്ഞിരിക്കുന്നു. കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. കുട്ടി അവിടെ നിന്ന് തുള്ളിച്ചാടാൻ തുടങ്ങിയപ്പോൾ ക്ഷേത്ര ഭാരവാഹികളും മറ്റു നാട്ടുകാരും എല്ലാവരും കൂടെ ഈ ആടയാഭരണങ്ങൾ വിഗ്രഹത്തിൽ നിന്ന് എങ്ങനെ വന്നു, ഇവൻ പോയി എടുത്തതാണോ എന്ന് ചോദിച്ചിട്ട് കുട്ടിയുടെ പുറകിൽ ഓടാൻ തുടങ്ങി, പിടിച്ചു വാങ്ങിച്ചു. കുട്ടി കുസൃതിയല്ലേ, കുസൃതിക്കാരനായിട്ടുള്ള കുഞ്ഞ്
ഈ ക്ഷേത്രത്തിന്റെ വിഗ്രഹത്തെ നടയിൽ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങി. പുറകിന് നാട്ടുകാരും ക്ഷേത്രഭാരവാഹികളും എല്ലാവരും ഓടാൻ തുടങ്ങി. ഈ ക്ഷേത്രത്തിന്റെ ചുറ്റിന് കിടന്ന് ഓടി 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 ക്ഷേത്രത്തിന്റെ പുറത്ത് നിന്ന് ഓടാൻ തുടങ്ങി. ഈ പുറത്തുനിന്ന് ഇങ്ങനെ ഓടുമ്പോൾ പുറകിന് ആൾക്കാർ കുഞ്ഞിനെ പിടിക്കാനായിട്ട് ഓടുന്നു, മുന്നിൽ ഈ കുട്ടി ഇങ്ങനെ ഓടുന്നു. ഈ പുറകിൽ ഓടുന്ന ആൾക്കാർക്ക് ചില സമയത്ത് കാണുന്നത് വേറെ ഒരു മുതിർന്ന കുട്ടിയും കൂടെ ഉണ്ട്. അവൻ ഈ കൊച്ചു കുഞ്ഞിനെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് ഓടുന്നു. കംപ്ലീറ്റ് മായയാണ്. ഒന്നായിട്ടുള്ളതിനെ രണ്ടായിട്ട് കാണാൻ തുടങ്ങി. ആൾക്കാരെല്ലാം പിന്നാലെ ഓടുക. ഈ ഓട്ടം കൂടി അങ്ങോട്ട് സ്പീഡായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുട്ടി ഈ മാലയൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഊരി എടുത്തിട്ട് ഒരു മരത്തേലേക്ക് അങ്ങോട്ട് എറിയാൻ തുടങ്ങി. ഈ എറിഞ്ഞ മരമാണ് ആ ആഭരണങ്ങൾ പോയി വീണപ്പോൾ ആ ഇലകളെല്ലാം സ്വർണം നിറമുള്ള ഇലകളായി മാറി. അതാണ് കൊന്നപ്പൂവായിട്ട് മാറിയിട്ടുള്ളത് എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹത്തിൽ കിടന്ന ആടയാഭരണങ്ങൾ എറിഞ്ഞപ്പോൾ ആ മരത്തിന്റെ ഇലകളെല്ലാം തന്നെ സ്വർണ്ണ നിറമുള്ള ഇതളുകളായി വിരിഞ്ഞു. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന കൊന്നപ്പൂ എന്ന് പറയുന്നത്. നമ്മള് ഇപ്പോൾ ലീവൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ എയർപോർട്ടിൽ നിന്ന് നമ്മളിങ്ങനെ വണ്ടിയിൽ കൊണ്ട് പോകുമ്പം റോഡിന്റെ സൈഡുകളിലോ അല്ല വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഹരിതവർണ്ണമുള്ള മരങ്ങളെല്ലാം ഉണ്ടെങ്കിലും ശരി, ഈ കൊന്നപ്പൂവിന്റെ ഒരു ഐശ്വര്യം ഒരു പ്രത്യേകതയാണ് അല്ലെ. കൊന്നപ്പൂ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു എന്തോ ഒരു മനസ്സിൽ ഒരു പ്രത്യേക ഒരു ചരിത്രത്തിന്റെയോ അല്ലെങ്കിൽ നമ്മളൊരു ഹിന്ദുക്കളാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എന്തോ ഒരു ഉണർവുണ്ടാകുന്നു. അല്ലെങ്കിൽ നമ്മൾ വി ആർ ബിലോങ്ങിങ് ടു ദാറ്റ് എന്ന് പറയുന്ന ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാകുന്നു ആ കൊന്നപ്പൂവിന്റെ നിറവും മണവും ആ ഐശ്വര്യവും കാണുമ്പോൾ. ഇത് പ്രതിനിധാനം ചെയ്യുന്നതും വിഷുവിനെയാണ്. ഓണത്തിന് ഒരു പൂ എന്ന് പറയുന്നത് പ്രതിനിധാനം ചെയ്യാനായിട്ട് ഓണത്തിനൊന്നുമില്ല. പക്ഷെ വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് കൊന്നപ്പൂവാണ് അല്ലെ. കൊന്നപ്പൂവും പിന്നെന്താണ് വിഷുക്കണി. ഇന്ന് ആർക്കും വിഷുക്കണി കിട്ടി കാണത്തില്ല അല്ലേ? കിട്ടിയിട്ടുണ്ടോ? ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവും. പണ്ടൊക്കെ കിട്ടിയിട്ടില്ലല്ലേ? എല്ലാവരും ഞാൻ തരാം എന്നെനിക്ക് വളരെ ആഗ്രഹമുണ്ട്. പണ്ടൊക്കെ കുട്ടിയാകുന്ന സമയത്ത് ഈ വിഷുക്കൈനീട്ടം കിട്ടുക എന്ന് പറയുന്നത് വലിയ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടണം, അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടണം, മൂത്ത ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടണം, പിന്നെ അയലത്തുകാരുടെ കയ്യിൽ നിന്ന് കിട്ടണം. ഇങ്ങോട്ട് വാങ്ങുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ 25 പൈസ ഇങ്ങോട്ട് വാങ്ങും, കൊടുക്കുന്ന 10 പൈസ ആയിരിക്കും അല്ലേ? അങ്ങനെയുണ്ട് അല്ലേ? അപ്പൊ വിഷുക്കൈനീട്ടവും വിഷുക്കണിയുമാണ് വിഷു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത്. ഇതെല്ലാം നമ്മളുടെ ഒരു കൗമാരം തുടങ്ങി ഒരു യൗവനത്തിന്റെ പകുതിയാകുന്ന ആ ഒരു കാലയളവിൽ നമ്മളെല്ലാവരും ഇതിനെ കുറിച്ചൊക്കെ മറന്നുപോയിട്ടുണ്ട്. എല്ലാവരും മറന്നുപോയിട്ടുണ്ട്. നമുക്കൊന്നും ഇതിനു വേണ്ടിയിട്ട് ചിലവഴിക്കാൻ സമയം ഉണ്ടാകത്തില്ല. എല്ലാവരും ഭയങ്കര ഓട്ടമാണ്. ജീവിതം കെട്ടിപ്പടുക്കണം, കെട്ടിപ്പിടിക്കണം, കെട്ടിയടക്കണം എന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി എല്ലാവരും ഓട്ടമാണ്. പിന്നെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഏകദേശം കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴാണ്. പക്ഷേ ഇവിടെ നമ്മളിത് മസ്റ്റായിട്ട് ചെയ്ത് നിർബന്ധമായിട്ട് നമ്മൾ ആചാര അനുഷ്ഠാനങ്ങള് ചെയ്യുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്തേ പറ്റൂ. ബിക്കോസ് നമ്മുടെ കുഞ്ഞുങ്ങൾ, ചെറിയ തലമുറകൾക്ക് അതല്ലെങ്കിൽ ഹിന്ദു എന്ന് പറഞ്ഞാലോ ഹിന്ദു ആചാരം എന്ന് പറഞ്ഞാലോ അനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാലോ നാളെ അന്യമായി പോകും. അവർക്കറിയത്തില്ല. അവർക്ക് വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 10 പേരാണെങ്കിലും 5 പേരാണെങ്കിലും 100 പേരാണെങ്കിലും നമ്മൾ വിഷുവും ശിവരാത്രിയും എല്ലാ ആഘോഷങ്ങളും നമ്മൾ ആഘോഷിക്കണം. ഇത് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. കഴിയുന്നത്ര തരത്തിലുള്ള കഥകളും ഒക്കെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അവരെ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരണം. സോ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും കേംബ്രിഡ്ജ് ഹിന്ദു സമാജത്തിന്റെയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ പ്രിയങ്ക ആങ്കർ ചെയ്യും, വിജയ്, ഉഷ, എല്ലാവരും, പ്രദീപ് എല്ലാവരും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആങ്കറിംഗ് ചെയ്യാൻ പ്രിയങ്ക ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി. നമസ്കാരം. താങ്ക് യു സുരേഷ് ചേട്ടാ. ആക്ച്വലി ഒത്തിരി താങ്ക്സ് ഉണ്ട് എനിക്ക് സുരേഷോട്. കാരണം സത്യം പറയാൻ പക്ഷേ എന്താ എനിക്കറിയത്തില്ലായിരുന്നു. കൊച്ചിനെ പോലെ
കുറച്ച് അതുകൊണ്ടാണ് ആദ്യം എനിക്ക് കൺഫ്യൂഷൻ ആയത്. ഞാൻ കുറെ വേർഡ്സ് ആക്ച്വലി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് ശരിക്കും മനസ്സിലായി എന്താ വിഷയം എന്തായാലും ഒരു കാര്യം എനിക്കറിയാം, വിഷുവിന്റെ ഒരു മുഖ്യ പാർട്ടാണ് നമ്മൾ കൃഷ്ണനെ കണി കാണാന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ഈ കലാപരിപാടി, നമ്മുടെ ഈ സെലിബ്രേഷൻ തുടങ്ങുന്നത് തന്നെ കൃഷ്ണന്റെ ബ്ലെസ്സിങ്സ് വെച്ചായിരിക്കണമെന്ന് ആയിരിക്കും നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് നെക്സ്റ്റ് we have Shreya Nath from Cambridge University. She's doing a PhD there. She's going to perform a classical dance. And yeah, I'll pass it to you. Namaste. The next item I will be doing is an Ashtapadi, in which the poet Shri Jayadeva explains the nature, spring. So the bees are buzzing, the birds are singing, and there's the cool breeze coming from the mountain. In this atmosphere, everyone is falling in love, and Cupid, Kamadeva, is having fun creating this chaos.
വെൽക്കം ഡാൻസ് ആണ്. മംഗളം ഗണേശൻ തുടങ്ങുന്ന സോങ്ങിന് ഗണപതിയെ കീർത്തിച്ചുകൊണ്ട് ഈ വേദി നൃത്തച്ചുവടുമായി എത്തുന്നത് പ്രകൃതി പ്രദീപ്, പ്രിയങ്ക നാരായൺ, സെൽനി റോസ്. പ്ലീസ് വെൽക്കം പ്രകൃതി പ്രദീപ്, പ്രിയങ്ക നാരായൺ, സെൽനി റോസ്. മംഗളം മംഗളം ഗണേശം മംഗളം जन सुखदायक, विघ्न विनाशक जन सुखदायक, मंगलम गणेशा. देवा हो देवा गणपति देवा, मंगलम गणेशम. देवा हो देवा गणपति देवा, मंगलम गणेशम. विघ्न विनाशक जन सुखदायक, विघ्न विनाशक जन सुखदायक, मंगलम गणेशा. देवा हो देवा गणपति देवा, मंगलम गणेशम. देवा हो देवा गणपति देवा, मंगलम गणेशम. मम गम 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 गसा गम 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 ग नीर 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 तू ही आदि तू ही है, देवा महिमा तेरी अनंत. तू ही आदि तू ही है, देवा महिमा तेरी अनंत. गजाननं भूतगणाधिसेवितं, उमासुतं शोकविनाशकारणं, मंगलम गणेशा. देवा हो देवा गणपति देवा, मंगलम गणेशम. देवा हो देवा गणपति देवा, मंगलम गणेशम. विघ्न विनाशक जन सुखदायक, विघ्न विनाशक जन सुखदायक, मंगलम गणेशा. देवा हो देवा गणपति देवा, मंगलम गणेशम. देवा हो देवा गणपति देवा, मंगलम गणेशम. निस निस सनि ध सनि ध म ग म ग म सा ग नि स ग म ग म स म ग म स सा नि नि स ग स नि स ग ग म ग म ग. तू ही शक्ति तू ही विधान, देवा तू ही वेद पुराण. तू ही शक्ति तू ही विधान, देवा तू ही वेद पुराण. गजाननं भूतगणाधिसेवितं, उमासुतं शोकविनाशकारकं, मंगलम गणेशा. देवा हो देवा गणपति देवा, मंगलम गणेशा. गणेश विघ्न विनाशक जन सुखदायक, मंगलम गणेशा. देवा हो देवा गणपति देवा, 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 देवा हो देवा गणपति देवा, मंगलम गणेशा. Please welcome Akshita Anand. कृष्णानी वेदनी बारो कृष्णानी
കൃഷ്ണാനി വേഗനേ ബാലോ കൃഷ്ണാനി വേഗനേ ബാലോ. Religion is the reason the world is breaking up into pieces. Color of the people keeps us locked in hate. Please release us. So come down and help us save all the little ones. They need a teacher, and you are the only one we can rely on to build a better world. A world that's for children, a world that's for everyone. Krishna ni vedane baro, Krishna ni vedane baro.
അയ്യപ്പ